ഹായ് കൂട്ടുകാരെ, 2 പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഒരു മാങ്ങാപ്പുളിയാണ് പരിചയപ്പെടുത്തുന്നത്. പച്ചമാങ്ങാപ്പുളി ഞാൻ തോലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊത്തി നുറുക്കി നമുക്കൊരു മൺചട്ടിയിലാണ് വെച്ചെടുക്കേണ്ടത്. മൺചട്ടിയിൽ തന്നെ വെക്കണം. കൽച്ചട്ടിയിൽ വെച്ചാൽ അത് കുറുകിപ്പോവും. ലോഹപാത്രങ്ങളിൽ വെച്ചാൽ അത് പുളിയായതുകൊണ്ട് പ്രശ്നമുണ്ടാക്കും. അപ്പം നമുക്കിത് മൺചട്ടിയിൽ വെച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് കൊത്തി അരിയാം. മാങ്ങ ഇപ്പോൾ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെറും പച്ച മാങ്ങയാണ് 2 എണ്ണം. അത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മാങ്ങ അണ്ടി കളയേണ്ട ആവശ്യമില്ല, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടണം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാൻ ഇടാം. അടച്ചു വെച്ച് വേവിക്കണം. 3/4 മുറി നാളികേരമാണ് ചിരവി എടുത്തിട്ടുള്ളത്. 1 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും. ഇത് മാത്രമേ ഇതിൽ അരച്ചിടേണ്ട ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങാപ്പുളിയാണ്. മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. നല്ല പോലെ അരച്ചെടുക്കണം. അരപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് പകർന്നു കൊടുക്കാം. മാങ്ങ ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് കുത്തി ഉടച്ചിരിക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ വേഗം ഇത് കുത്തി ഉടച്ചെടുക്കാൻ പറ്റും. അപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്. ഈ മാങ്ങാണ്ടി മാത്രം ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. നന്നായിട്ട് വെന്താൽ മാത്രമേ ഈ പുളിക്കൊരു സ്വാദ് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇത് നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തു. നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് നീളരുത്, ഒരുപാട് കുറുകരുത്. ആ ഒരു പരുവത്തിലായിരിക്കണം കറിയുടെ ചാറിൻ്റെ അളവ്. അപ്പം ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മാങ്ങ ചേർക്കാം, കൂടുതൽ അരപ്പ് അരച്ച് ചേർക്കാം. നല്ലൊരു കറിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രകൃതി ഓരോ കാലാവസ്ഥയിലും നമുക്ക് വേണ്ട പച്ചക്കറികൾ തന്നുകൊണ്ടിരിക്കും. ഇനിയുള്ള കാലം മാങ്ങാക്കാലമാണ്, ചക്കക്കാലവും. ഈ തണുപ്പൊക്കെ ചക്ക നിറയെ ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കാലത്ത് ഇനി ചക്കയും മാങ്ങയാണ് നമ്മൾ കഴിക്കേണ്ട പച്ചക്കറികൾ. മാത്രമല്ല കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ ലഭ്യമാണ്. ചേനയും ചേമ്പും കൂവയും അതേപോലെ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഉള്ളൊരു കാലം. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ആയതുകൊണ്ട് സമയലാഭവും ഉണ്ട്. അപ്പോൾ മാങ്ങാപ്പുളി, സ്വാദിഷ്ടമായ ഈ മാങ്ങാപ്പുളി ഇപ്പോൾ റെഡിയാണ്. ഇനി ഇത് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. അപ്പോൾ ഇത് തിളച്ചു തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി വറുത്തിടാം. മാങ്ങ എടുക്കുമ്പോൾ പുളിയുള്ള മാങ്ങയാണ് എടുക്കേണ്ടത് എന്ന് പ്രത്യേകം പറയട്ടെ. പച്ച മാങ്ങ തന്നെ വേണം, മാങ്ങ ചെനയ്ക്കാൻ പാടില്ല. മാങ്ങാപ്പുളിയിലേക്ക് ഇനി നമുക്ക് വറുത്തിടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറുവാപ്പല 1 പിടി. നല്ലോണം പൊട്ടി വരട്ടെ. പുളി ഒന്ന് ആറി വന്നിട്ടുണ്ട്. പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചിയുള്ള ഒരു നാടൻ കറിയാണിത്. നല്ലൊരു മാങ്ങാപ്പുളി. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.